പിറ്റേന്ന് ആക്റ്റീവ ഷോറൂമിൽ നിന്ന് എടുക്കാൻ അറിയിപ്പ് വന്നു. ആദി പാറുവിനെയും കൂട്ടി പോയി വണ്ടിയെടുത്തു. പാറു വണ്ടിയുമായി നേരെ അമ്പലത്തിൽ പോയി താക്കോൽ പൂജിച്ചു വാങ്ങി. പിന്നാലെ കാറിൽ ആദിയുമുണ്ടായിരുന്നു. അവളുടെ സ്മൂത്ത് ഡ്രൈവിംഗ് കണ്ടു കുഴപ്പമില്ലെന്ന് മനസ്സിലാക്കി ആദി അവൻ്റെ ഓഫീസിലേക്ക് പോയി. പാറുവും നേരെ ഓഫീസിലേക്കാണ് പോയത്. പുത്തൻ ആക്റ്റീവയിൽ വന്നിറങ്ങിയ പാറുവിനെ കണ്ട് സെക്യൂരിറ്റി തള്ളവിരൽ ഉയർത്തി ലൈക്ക് കാണിച്ചു. അവിടെയുള്ള മറ്റു സ്റ്റാഫുകളും അവളോട് ചെലവ് ചോദിച്ചു. പാറു സമ്മതിക്കുകയും ചെയ്തു. മൂർത്തി വണ്ടിയെപ്പറ്റി എല്ലാം ചോദിച്ചറിഞ്ഞു. വണ്ടി ഉള്ളത് നല്ലതാ, പക്ഷേ നിനക്ക് എൻ്റെ കൂടെയാവും അധികവും യാത്ര ചെയ്യാനുണ്ടാവുക. പിന്നെ നിനക്ക് പാസ്പോർട്ടിന് ഞാൻ അപേക്ഷിച്ചിരുന്നു. നിന്നെ ഓഫീസിലേക്ക് വിളിപ്പിച്ചിട്ടുണ്ട്. അവിടെ പോയി കാര്യങ്ങളൊക്കെ റെഡിയാക്കണം. ഓക്കെ. പാറു തലയാട്ടി. കുറച്ചു കഴിഞ്ഞ് ആവശ്യമായ രേഖകളുമായി അവൾ പാസ്പോർട്ട് ഓഫീസിലേക്ക് പോയി. പാറുവിൻ്റെ ആഗ്രഹപ്രകാരം ഒരു കറവ പശുവിനെ ആദി കവിതയ്ക്ക് വാങ്ങി നൽകി. ആകാശ് കുറച്ച് കോഴികളെയും ഒരു കൂടും സമ്മാനിച്ചു. കവിത വേണ്ടെന്ന് പറഞ്ഞിട്ടും അവർ കേട്ടില്ല. അധികം വൈകാതെ ആദി ഒരു തൊഴുത്തും നിർമ്മിച്ചു നൽകി. പാലും തൈരുമൊക്കെ ഇപ്പോൾ കവിതയാണ് പാറുവിന് നൽകുന്നത്. പാറു കാശ് കൊടുത്താലും കവിത വാങ്ങാറില്ല. ആ വീട്ടിലെ പട്ടിണി പതിയെ അകന്നുകൊണ്ടിരുന്നു. കവിതയ്ക്ക് സന്തോഷം തോന്നി. പാറുവിനോട് നന്ദിയും. രക്തബന്ധത്തേക്കാൾ നല്ലത് അന്യരാണെന്ന് അവൾക്ക് തോന്നി. കാരണം കൃഷ്ണനും കവിതയും സ്നേഹിച്ച് വിവാഹം കഴിച്ചതാണ്. അന്നു മുതൽ രണ്ടുപേരുടെയും കുടുംബക്കാർ അവരെ ഒഴിവാക്കിയതാണ്. ഓഫീസിലെ ജോലിയും വീട്ടിലെ ജോലികളും കൃഷി നനയ്ക്കലും കുട്ടികളെ പഠിപ്പിക്കലും എല്ലാം കൂടി പാറുവിന് കഴിയുന്നുണ്ടായിരുന്നില്ല. ഇത് ചക്കി കണ്ടു മനസ്സിലാക്കി കവിതയോട് പോയി പറഞ്ഞു. കവിത സന്തോഷത്തോടെ വീട്ടിലെ ജോലികൾ ഏറ്റെടുത്തു. പാറു വേണ്ടെന്ന് പറഞ്ഞിട്ടും കവിത കേട്ടില്ല. ആഴ്ചതോറും ചെറിയ ഒരു തുക പാറു കവിതയെ ഏൽപ്പിച്ചു. കവിത വാങ്ങാൻ കൂട്ടാക്കിയില്ല. പാറു അവരുടെ കയ്യിൽ കാശ് പിടിപ്പിച്ചു. വാങ്ങിയില്ലെങ്കിൽ വേറെ ആളെ വയ്ക്കുമെന്ന് പറഞ്ഞപ്പോൾ മനസ്സോടെ കവിത അത് വാങ്ങി. ആദ്യം അവരുടെ വാടക വീട് 3 ദിവസം കൂടുമ്പോൾ തൂത്തു തുടയ്ക്കാനും മുറ്റം വൃത്തിയാക്കാനും കവിതയെ ഏൽപ്പിച്ചു. മാസം 6000 രൂപ ആദിയും കവിതയ്ക്ക് കൊടുത്തു. വെറുതെ കാശ് കൊടുത്താൽ അവർ വാങ്ങില്ലെന്ന് ആദിക്ക് തോന്നി. അതുകൊണ്ടാണ് ഇങ്ങനെയൊരു ജോലി കൊടുത്തത്. അതുകൊണ്ട് തന്നെ മുടങ്ങിക്കിടന്നിരുന്ന കൃഷ്ണനുള്ള മരുന്ന് വാങ്ങാനും കവിതയ്ക്ക് കഴിഞ്ഞു. കുട്ടികൾക്കും പാറു വാങ്ങി കൊടുക്കുന്നത് കൂടാതെ പാലും മുട്ടയും അടങ്ങിയ പോഷകങ്ങൾ അടങ്ങിയ ഭക്ഷണം കിട്ടിത്തുടങ്ങി. പാറുവിൻ്റെ കീഴിലുള്ള ട്യൂഷൻ കാരണം ക്ലാസ്സിലും അവർ ഒന്നാമതായി തല ഉയർത്തിപ്പിടിച്ചു നടന്നു. ഒരാഴ്ച കൊണ്ട് പാറുവിൻ്റെ പാസ്പോർട്ട് ശരിയായി കയ്യിൽ കിട്ടി. അതുകൊണ്ട് തന്നെ വിദേശത്തുള്ള ബിസിനസ്സൊക്കെ നോക്കാനും പാറുവിനെ പരിചയപ്പെടുത്താനും മൂർത്തി തീരുമാനിച്ചു. ദിവസവും നിശ്ചയിച്ചു. മൂർത്തിയും യമുനയും പാറുവും ആണ് പോകുന്നത്. പാറു വിദേശത്ത് പോകുന്നത് അറിഞ്ഞു കുട്ടികൾക്ക് സങ്കടമായി. ഇനി എന്നാ ചേച്ചി വരിക? അവർ ചോദിച്ചു. വേഗം വരാം, പാറു അവരെ സമാധാനിപ്പിച്ചു. 1 മാസം കഴിഞ്ഞ് ഇനി നാട്ടിൽ വരാൻ കഴിയൂന്ന് പാറു പറഞ്ഞില്ല. ആദിയും തൻ്റെ സങ്കടം പുറത്ത് കാണിച്ചില്ല. അവൻ തന്നെ ട്രാവൽ ട്രോളി ബാഗ് അവൾക്ക് വാങ്ങി നൽകി. പിന്നെ ആദിയും ആകാശും അവൾക്ക് ഡ്രസ്സ് എടുക്കാൻ പോയി. വില കൂടിയ ജീൻസും ടോപ്പുകളും ആദി അവൾക്ക് കൊടുത്തിട്ട് ട്രയൽ റൂമിലേക്ക് പറഞ്ഞു വിട്ടു. ഓരോന്നും ഇട്ടു നോക്കി ചമ്മലോടെ അവൾ പുറത്തിറങ്ങുമ്പോഴും ആകാശ് സൂപ്പറാണെന്ന് കൈമുദ്ര കാണിച്ചു. എല്ലാം അവൾക്ക് കറക്റ്റ് പാകമായിരുന്നു. ഡ്രസ് കളറും അവൾക്ക് ചേർച്ചയുണ്ടായിരുന്നു. അവൾ ആദിയുടെ മുഖത്തേക്ക് നോക്കി ഓക്കെ ആണെന്ന് അവനും പറഞ്ഞു. എനിക്ക് ഇങ്ങനെയുള്ള ഡ്രസ്സൊന്നും ഇട്ട് ശീലമില്ല. 1-2 എണ്ണമൊക്കെ എടുത്താൽ മതി, പാറു പറഞ്ഞു. നീ വിദേശത്തേക്കാണ് പോകുന്നത്, അല്ലാതെ കേരളത്തിൽ വട്ടം കറങ്ങാനല്ല, ആകാശ് പറഞ്ഞു. നിന്റെ അച്ഛന് ആ നാട്ടിൽ നിലയും വിലയും ഒക്കെ ഉണ്ട്, അത് കളയണ്ട, ആദിയും പറഞ്ഞു. ഒരു ഡ്രസ് കൂടി ആദ്യം അവൾക്ക് നൽകി. അതിട്ട് വരാൻ പറഞ്ഞു. പാറു അതും കൊണ്ട് ട്രയൽ റൂമിലേക്ക് കയറി. അതിട്ട് നോക്കിയ അവൾക്ക് പുറത്തിറങ്ങാൻ മടി തോന്നി. കാരണം ടൈറ്റ് ജീൻസും അധികം ഇറക്കമില്ലാത്ത ടോപ്പുമായിരുന്നു അത്. അവൾ ടോപ്പ് പിടിച്ചു താഴ്ത്തിക്കൊണ്ട് മടിയോടെ പുറത്തിറങ്ങി. ആകാശ് തള്ളവിരൽ ഉയർത്തി കാണിച്ചു. ഇനി ആ മുടിയുടെ നീളം കൂടി ഒന്ന് കുറച്ചു, ആ ചന്ദനക്കുറിയും പൊട്ടും കൂടി ഒഴിവാക്കിയാൽ കറക്റ്റ് വിദേശിയാണെന്നേ തോന്നൂ, അല്ലേ ആദി? പാറു വെപ്രാളത്തോടെ മുടിയെടുത്ത് മുന്നിലേക്കിട്ടു. ഓ, നിന്റെ പനങ്കുല മുടി നീ തന്നെ വെച്ചോ, ഞങ്ങൾ മുറിക്കുകയൊന്നുമില്ല, അല്ലേ ആദി? പക്ഷേ വീട്ടിൽ കത്രിക ഉണ്ട്, അത് ഓർമ്മ വേണം, ആകാശ് പാറുവിനെ നോക്കി കുസൃതിയോടെ പറഞ്ഞു. പാറു ആകാശിൻ്റെ
ഭാഗത്തു നിന്നും ആദിയുടെ സൈഡിലേക്ക് മാറി. ആദി ആകാശിനെ നോക്കി കണ്ണുരുട്ടി. ബില്ല് പേ ചെയ്തത് ആദിയാണ്. അവർ വേഗം തന്നെ വീട്ടിലെത്തി. ഇനി 4 ദിവസം കൂടിയേ ഉള്ളൂ പോകാൻ. ഫ്ലൈറ്റ് ടിക്കറ്റൊക്കെ മൂർത്തി ബുക്ക് ചെയ്തു. അതും ഫസ്റ്റ് ക്ലാസ് ടിക്കറ്റുകൾ. ഇനി 4 ദിവസം കൂടിയേ ഉള്ളൂ പോകാൻ. ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. ആദി തൻ്റെ വർക്കുകളൊക്കെ ആകാശിനെ ഏൽപ്പിച്ചു. അധിക സമയവും പാറുവിനെ ചുറ്റിപ്പറ്റിയാണ് നിൽക്കുന്നത്. ഞാൻ പോയി കഴിഞ്ഞാൽ ഇവിടെ ഒക്കെ ഒന്ന് ശ്രദ്ധിക്കണേ, ആദിയോട് പാറു പറഞ്ഞു. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ എന്നെ അറിയിക്കണം. പാറു പറഞ്ഞു. നീ പോയി കഴിഞ്ഞാൽ എൻ്റെ കാര്യം കട്ട പോകുകയാണ്. ഹോട്ടൽ ഫുഡ് തന്നെ ശരണം, ആദി പറഞ്ഞു. അവൻ പറഞ്ഞത് ഇങ്ങനെയാണെങ്കിലും 1 മാസം അവളെ കാണാതെ നിൽക്കാൻ അവന് കഴിയില്ലായിരുന്നു. പക്ഷേ അതവൻ പറഞ്ഞില്ല. അത് മനസ്സിലാവാതെ അവൾ പറഞ്ഞു. ഫുഡ് കവിത ചേച്ചി ഉണ്ടാക്കി തരൂ, ഞാൻ പറയാം ചേച്ചിയോട്. വേണ്ട, അവരെ ബുദ്ധിമുട്ടിക്കേണ്ട, അവൻ പറഞ്ഞുകൊണ്ട് പുറത്തേക്കിറങ്ങി. കാര്യം തുറന്നു പറയാൻ അവനൊരു ചമ്മലുണ്ടായിരുന്നു. രവിയുടെ കാർ സർവീസ് ചെയ്ത് കിട്ടി. ഓഫീസിൽ നിന്ന് വരുന്ന വഴി കാറും എടുത്തു രവി വെറുതെ ഒന്ന് കറങ്ങി. പിന്നെ ബീച്ചിൽ പോയിരുന്നു. തിരിച്ചു വരുന്ന വഴി ബാറിലും ഒന്ന് കയറി. അവിടെ നിന്നിറങ്ങി കുറച്ചു ദൂരം പോയപ്പോൾ ചെക്കിങ്ങിലും പെട്ടു. ഫൈനും അടയ്ക്കേണ്ടി വന്നു. വീട്ടിലെത്തിയപ്പോൾ ഇതുവരെ എവിടെയായിരുന്നു എന്നുള്ള ഗീതയുടെ ചോദ്യം ചെയ്യൽ എല്ലാം കൊണ്ടും മടുത്തിരുന്ന രവി ദേഷ്യം കൊണ്ട് പൊട്ടിത്തെറിച്ചു. ആ ദേഷ്യം കണ്ടപ്പോൾ തന്നെ ഗീതയ്ക്ക് മനസ്സിലായി രവി മദ്യപിച്ചു എന്ന്. അത് അവൾക്ക് ഇഷ്ടപ്പെട്ടില്ല. രവിയേട്ടൻ കുടിച്ചിട്ടുണ്ടോ? നിങ്ങൾക്കറിയില്ലേ എനിക്കിതിൻ്റെ മണം പറ്റില്ലെന്ന്. പിന്നെ എന്തിനാ നിങ്ങളെന്നും കുടിച്ചു വരുന്നേ? എനിക്ക് കുറച്ച് സമാധാനം കിട്ടാൻ വേണ്ടി, രവി പറഞ്ഞു. അപ്പോൾ ഞാനും നമ്മുടെ കുഞ്ഞും രവിയേട്ടന് സമാധാനക്കേടാ അല്ലേ? ഗീത കരയാൻ തുടങ്ങിയിരുന്നു. എനിക്ക് കുറച്ച് കാശിന് ആവശ്യമുണ്ട്. ഇവിടെ ഒരു താലിച്ചെയിൻ ഇല്ലേ പാറു അഴിച്ചു വെച്ച് പോയത്? 3-4 പവൻ ഇല്ലേ അത്? അതിങ്ങോട്ടെടുക്ക്, അത് വിറ്റ് കാശാക്കണം, രവി പറഞ്ഞു. ഇല്ല, ഇവിടെ ഇല്ല, ഞാനത് വിറ്റു, ഗീത പേടിയോടെ പറഞ്ഞു. എന്നിട്ട് ആ കാശ് എവിടെ? ഇങ്ങോട്ടെടുക്ക്, രവി കൈ നീട്ടി. ആ കാശ് കൊണ്ട് ഞാൻ നമ്മുടെ കുഞ്ഞിന് ബേബി സെറ്റ് ആഭരണങ്ങൾ വാങ്ങി. എനിക്ക് ഇഷ്ടപ്പെട്ട ഡിസൈൻ. കുറച്ച് മാസങ്ങൾ കൂടി കഴിഞ്ഞാൽ, പ്രസവം കഴിഞ്ഞാൽ വാങ്ങാൻ എനിക്ക് വരാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് ഞാൻ ഇപ്പോഴേ വാങ്ങി, ഗീത പറഞ്ഞു. പിന്നെ എൻ്റെ ആഭരണങ്ങളൊക്കെ പഴയതല്ലേ, അതൊക്കെ ഞാൻ മാറ്റി വാങ്ങി. 7-ാം മാസത്തെ വളക്കാപ്പ് ചടങ്ങിന് ഇടാൻ വേണ്ടി. രവി ഒന്നും മിണ്ടാതെ പിന്തിരിഞ്ഞു. പറഞ്ഞിട്ട് കാര്യമില്ലെന്നറിയാം. രവി പുറത്തിറങ്ങി കാറിൽ കയറി. റോഡരികിൽ കണ്ട ഒരു ബാറിലേക്ക് കയറി. ബോധം മറയുവോളം കുടിച്ചു. അബോധാവസ്ഥയിൽ അവൻ്റെ മനസ്സിലേക്ക് പാറുവിൻ്റെ മുഖം കടന്നു വന്നു. ഒപ്പം ഹരിയുടെ വാക്കുകളും. എൻ്റെ മോളെ പൊന്നുപോലെ നോക്കിക്കോളണേ, എൻ്റെ ജീവനാ പാറു. അവൻ പിറുപിറുത്തു. അവൾ അവിടെ എത്തിയോന്ന് പോലും അന്വേഷിച്ചില്ല. എൻ്റെ ഭാര്യയല്ലേ അവൾ? ഞാൻ താലിയെ കെട്ടിയ പെണ്ണല്ലേ? അപ്പോൾ ഞാൻ അന്വേഷിക്കണ്ടേ? അവൻ പിറുപിറുത്തുകൊണ്ടിരുന്നു. നാളെയാണ് മൂർത്തിയും യമുനയും പാറുവും വിദേശത്ത് പോകുന്നത്. നാളെ ഉച്ചയ്ക്ക് 2 മണിക്കാണ് ഫ്ലൈറ്റ്. മൂർത്തിയുടെ വീട്ടിൽ നിന്നാണ് ഇറങ്ങുന്നത്. നാളെ രാവിലെ ആദ്യം അവളെ അവിടെ എത്തിക്കാം എന്ന് ഏറ്റിട്ടുണ്ട്. രാത്രി 8 മണിയായി. ഈ സമയത്തിനുള്ളിൽ 2-3 പ്രാവശ്യം ആദ്യം പോകാൻ ഇറങ്ങിയതാണ്. അപ്പോൾ ഓരോ കാര്യം ഓർമ്മ വരും. പിന്നെ തിരിച്ചു കയറും. പാറുവിനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞേൽപ്പിക്കും. ദിവസവും വീഡിയോ കോൾ വിളിക്കണം, ഫോട്ടോ എടുത്തയക്കണം. പിന്നെ ഇനിയെന്താ പറഞ്ഞുകൊണ്ട് ആദി അകത്തേക്ക് കയറി. ആകാശ് കാറിലുണ്ട്. ആദിയുടെ പിന്നാലെ പാറുവും അകത്തേക്ക് കയറി. പെട്ടെന്ന് ആദി അവളെ കെട്ടിപ്പിടിച്ചു. നിന്നെ വിട്ടു പോകാൻ തോന്നുന്നില്ലടി. ഇനി 1 മാസം കഴിഞ്ഞല്ലേ കാണാൻ കഴിയൂ. ഞാൻ വിളിക്കാം, എന്നും രാത്രി വിളിക്കാം, അവൾ പറഞ്ഞു. സന്തോഷത്തോടെ ഇരിക്കണം, പാറു പറഞ്ഞു. ആദി മൂളി. 1 മാസം ഇതാന്ന് പറയുമ്പോഴേക്കും പോകും, പാറു അവനെ ആശ്വസിപ്പിച്ചു. ആദി അവളുടെ നെറ്റിയിൽ ഉമ്മ വെച്ചു. പിന്നെ തിരിഞ്ഞു പുറത്തേക്ക് ഇറങ്ങി. ഞാൻ രാവിലെ വരാം, ആദി പറഞ്ഞു. പാറു തല കുലുക്കി. ആദി കാറിൽ ചെന്ന് കയറി. ആകാശ് കാർ പുറത്തേക്കെടുത്തു. പിറ്റേന്ന് രാവിലെ തന്നെ രവി കുളിച്ചു ഡ്രസ് ചെയ്തു മലപ്പുറത്തേക്ക് പുറപ്പെട്ടു. പാറുവിൻ്റെ വീട്ടിലേക്ക്. 2 മണിക്കൂറിനുള്ളിൽ രവി പാറുവിൻ്റെ വീടിൻ്റെ ഗേറ്റിലെത്തി. രവിയുടെ ഹൃദയമിടിപ്പ് അതിവേഗതയിലെത്തി. അവൾ ഇവിടെ എത്തിയിട്ട് 2-3 മാസമായി. എല്ലാം അവൾ തുറന്നു പറഞ്ഞിട്ടുണ്ടാകും. അവളുടെ അച്ഛൻ തന്നെ എങ്ങനെ സ്വീകരിക്കുമെന്ന് ഒരു പിടിയുമില്ല. ഗേറ്റ് തുറന്നു കിടന്നിരുന്നു. രവി പുറത്ത് കാർ തിരിച്ചു നിർത്തി. കാറിൽ നിന്നിറങ്ങി അകത്തേക്ക് നടന്നു. രാമു ഉണ്ടായിരുന്നു അവിടെ.
വീടിൻ്റെ ഉള്ളിലും മുറ്റവും ഒക്കെ അടിച്ചുവാരി വൃത്തിയാക്കാൻ വന്നതാണ്. പണിയൊക്കെ കഴിഞ്ഞു പോകാൻ നിൽക്കുമ്പോഴാണ് രവിയുടെ വരവ്. അച്ഛൻ, പാറു ഇവിടെയില്ലേ? രവി ചോദിച്ചു. മനസ്സിലായില്ല. നിങ്ങളാരാ? രാമു തിരിച്ചു ചോദിച്ചു. ഞാൻ രവീന്ദ്രൻ, പാറുവിൻ്റെ ഹസ്ബൻഡ്. ഹരി അച്ഛൻ ഇവിടെയില്ലേ? രവി ചോദിച്ചു. രവിയെ രാമുവിന് അറിയില്ല. കല്യാണത്തിന് രാമു പങ്കെടുത്തിട്ടില്ല. 2 ആഴ്ച മുന്നേ നിശ്ചയം നടന്നു എന്നറിയാം. 3 മാസം കഴിഞ്ഞേ കല്യാണം ഉണ്ടാവുകയുള്ളൂ എന്നും പറഞ്ഞതാണ്. കല്യാണത്തിന് ഞങ്ങളെല്ലാവരെയും വിളിക്കുമെന്നും പറഞ്ഞിട്ടുണ്ട്. ഇനി ഞങ്ങളറിയാതെ കല്യാണം നടന്നോ? രാമുവിനൊന്നും മനസ്സിലായില്ല. എന്നായിരുന്നു നിങ്ങളുടെ കല്യാണം? രാമു ചോദിച്ചു. 3 മാസമായി, രവി പറഞ്ഞു. അപ്പോഴാണ് രാമുവിന് കാര്യം മനസ്സിലായത്. ഇതാദ്യത്തെ ഭർത്താവാണ്. ഇവിടുത്തെ കാര്യങ്ങളൊന്നും ഇവൻ അറിഞ്ഞിട്ടില്ല. രവി വീടും പരിസരവും ഒക്കെ നോക്കുകയായിരുന്നു. എന്തൊക്കെയോ മാറ്റം അവനെ ഫീൽ ചെയ്തു. ചെടിച്ചട്ടികളൊന്നും കാണുന്നില്ല. കൃഷികളൊക്കെ കുറഞ്ഞതുപോലെ കാണുന്നു. പോരാത്തതിന് രാമുവിൻ്റെ കയ്യിലെ ചൂലും. അവന് ആകെ അസ്വസ്ഥത തോന്നി. എന്തൊക്കെയോ സംഭവിക്കാൻ പോകുന്ന പോലെ. അതെ, ഹരി മരിച്ചു. 3 മാസമായി. പാറുമോള് ജോലിസ്ഥലത്താണ് താമസം. ഇങ്ങോട്ട് വരാറില്ല, രാമു പറഞ്ഞു. മറ്റു കാര്യങ്ങളൊന്നും അയാൾ പറഞ്ഞില്ല. രവി ഞെട്ടിപ്പോയി. ഹരി മരിച്ചെന്ന് കേട്ടപ്പോൾ. അപ്പോൾ അവൾ ഈ വീട്ടിൽ ഒറ്റയ്ക്കായിരുന്നോ? അവളുടെ ജോലി എവിടെ ആയിരിക്കും? അവളെവിടെയാ ജോലി നോക്കുന്നത്? രവി ചോദിച്ചു. അതറിയില്ല. ഏതോ വലിയ കമ്പനിയിലാണെന്ന് മാത്രം അറിയാം. എല്ലാം അറിയുന്ന രാമു ഒന്നും വിട്ടു പറഞ്ഞില്ല. താനും കാരണം ഒരു പ്രശ്നം ഉണ്ടാവരുത്, അയാൾ മനസ്സിൽ പറഞ്ഞു. വലിയ കമ്പനിയിൽ ജോലി നേടാൻ മാത്രമുള്ള പഠിപ്പൊക്കെ അവൾക്കുണ്ടോ? രവി ചിന്തിച്ചു. ഒന്നുകൂടി വീടിൻ്റെ നേർക്ക് നോക്കി രവി പിന്തിരിഞ്ഞു. കാറിൽ കയറി. അവളെ ഇനി എവിടെ ചെന്ന് കാണും? അവൾ അവിടെ നിന്ന് ഇറങ്ങി വന്ന അന്ന് തന്നെ വിളിച്ചു വിവരം അറിയേണ്ടതായിരുന്നു. ഗീത കാരണമാണ് വിളിക്കാതിരുന്നത്. രവിക്ക് ഗീതയോട് ദേഷ്യം തോന്നി. പാറുവിനെ ഇനി ഒറ്റയ്ക്ക് ആക്കില്ലെന്നും കൂടെ കൂട്ടുമെന്നും രവി തീരുമാനിച്ചു. അവിടെ അടുത്തുള്ള വീട്ടിലൊക്കെ രവി അന്വേഷിച്ചു. ഒരു സ്ത്രീ പറഞ്ഞു അവൾ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് തന്നെ മടങ്ങിപ്പോയി. 2 ആഴ്ച മുമ്പ് അവൾ വന്ന ദിവസം ഞങ്ങൾ അവളെ കാണാൻ പോയിരുന്നു. അന്ന് അവിടെ അവളുടെ ഭർത്താവിൻ്റെ വീട്ടുകാരും ഉണ്ടായിരുന്നു. രവിക്കൊന്നും മനസ്സിലായില്ല.